ഞാൻ ഉമാമഹേശ്വരത്തെ രുദ്രവിളക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ്. അതിൽ വന്ന ഓരോരുത്തർക്കും വന്ന അനുഭവങ്ങൾ അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കേട്ട് നോക്കുക, നിങ്ങൾക്ക് നല്ല അനുഭവം ഉണ്ടാവും. ഉമാമഹേശ്വരത്ത് വിളക്കെടുത്ത മിക്കവാറും ആൾക്കാർക്കെല്ലാം അതിൻ്റെ ഫലം ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ കാണാതാണ്ട് ഓരോരുത്തരുടെയും കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ കേട്ട് നോക്കുക. അപ്പോൾ ശരി, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാ പിള്ളേർക്കും ഭഗവാനെ ശ്രദ്ധിക്കൊക്കെ വന്നില്ല. ഞാനിങ്ങനെ ഭഗവാനെ ഞാൻ അവിടെ ചെന്ന് അന്ന് കഴിഞ്ഞിട്ടുണ്ട്. അവന് അത് വന്നു അതിനൊക്കെ വില എഴുതി ആ കടം വീട്ടിയത് പോലുമില്ല. പണം എഴുതി പോയതാണ്. 12 സെൻറ്റ് സ്ഥലം കിട്ടി. ആ എഴുതി വസ്തു തന്ന ആൾ തന്നെ പറഞ്ഞ് ലോൺ എടുത്തിട്ട് കാശ് തന്നായിരുന്നു. അങ്ങനെ ആരെങ്കിലും തരുമോ? ഇനി 7 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. അത് ഇങ്ങനെ ലോണിൻ്റെ കാര്യത്തിൽ തിരിക്കുക. അപ്പോൾ മോൻ ഇനി അടുത്തത് എൻ്റെ മോൻ ശമ്പളം കിട്ടും. ഇപ്പം ഞാൻ ഒരു വട്ടം എഴുതി കൊടുത്തിട്ടുണ്ട്, നടത്തി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു വായന നടത്താമെന്ന് വിചാരിച്ചു. ഭഗവാനും കൂടെ കൊടുക്കണം. നമുക്ക് എന്തെങ്കിലും സാധിച്ചാൽ നമ്മൾ ഭഗവാനെ നടത്തണം. ഈ രുദ്രവിളക്കെടുത്തതിന് എന്തോ അനുഭവം ഉണ്ടായെന്നൊന്ന് ഷെയർ ചെയ്യാവോ? മോൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് അടുത്ത് കല്യാണം നടത്തി. അങ്ങനെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞതുപോലെ ഇവിടെ രുദ്രവിളക്കെടുത്ത് നടക്കുന്നു. അപ്പം അങ്ങനെ ഞാനിവിടെ വന്ന് 8 രുദ്രവിളക്കെടുത്തപ്പോഴത്തേനും മോൻ്റെ വിവാഹം പെട്ടെന്ന് 10 ദിവസം കൊണ്ട് തന്നെ മോൻ ഗൾഫിലായിരുന്നു. മോൻ വന്ന് 9-ാം തീയതി വന്ന് 9-ാം തീയതി തന്നെ ഒരു പെണ്ണിനെ പോയി കണ്ടു. അന്ന് തന്നെ വന്നൊരാലോചനയാണ്. അന്ന് തന്നെ പോയി കണ്ടു, എല്ലാം ഉറച്ചു. ജനുവരി 29-ാം തീയതി തന്നെ കല്യാണം നടന്നു. അപ്പോൾ ഭഗവാൻ എന്തോ കാണപ്പെട്ടത് കൊടുത്തതോ? ഭഗവാന് കൊടുത്തിട്ടില്ല. ഭഗവാന് കൊടുക്കണം. ഭഗവാന് കഴിവിനനുസരിച്ച്, എൻ്റെ കഴിവിനനുസരിച്ച് കൊടുക്കും. ഓ ശരി. തിരുമേനിയുടെ പൂജ ഇട്ടാൽ 1K അടിക്കുന്നു.